അമ്മ തുണി മടക്കാണോ? അമ്മയ്ക്ക് മാഗി ഇഷ്ടാണോ? മാഗി ഇഷ്ടമില്ലാത്തവരാരുള്ള? എന്നാ ഞാൻ ഇന്ന് അമ്മയ്ക്ക് മാഗി വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി തരട്ടെ. മാഗി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കണത്? ഉണ്ടയൊന്നല്ല, ഞാൻ അമ്മയ്ക്ക് മാഗി വെച്ചിട്ട് സാധനം ഉണ്ടാക്കി തരാം. തിന്നുമ്പോ കണ്ടാ മതി. ഓക്കെ, മാഗി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേ, ഞാൻ ഉണ്ടാക്കിട്ട് വരാം. എന്റെ എല്ലാ കൂട്ടുകാരും എന്നും ഒരുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ച് മടുത്തോ? എന്നാ നമുക്കിന്നൊന്ന് മാറ്റി പിടിച്ചാലോ? നമ്മൾക്കിന്ന് എളുപ്പത്തിലൊരു പലഹാരം ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ പ്രൊമോഷനൊന്നല്ല കേട്ടോ, മാഗിയുടെ പാക്കറ്റാണ് എടുത്തേക്കണത്. ഇത് വെച്ച് നമുക്കിന്ന് ഒരു പലഹാരം ഉണ്ടാക്കാം. അതിനാദ്യം നമ്മൾ മാഗി ഒന്ന് തിളപ്പിച്ച് കോരി ആ വെള്ളമൊക്കെ കളഞ്ഞ് വേവിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു സവോള, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ നമ്മൾ അതിലേക്ക് കോൺഫ്ലവറിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടെ കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ദേ ഈ ഒരു പരുവത്തിനാക്കി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാഗിയുടെ ആ മാവുണ്ടല്ലോ, അതിന് നമുക്ക് ഓരോ ഉരുളകൾ പോലെ ആക്കി എടുത്ത് അതിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ കുഴച്ച് നമുക്ക് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഒന്ന് മുക്കി എടുത്തിട്ട് നമുക്കത് തിളച്ച വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഒരു 15 രൂപയുടെ മാഗിയുടെ പാക്കറ്റ് കൊണ്ട് നമുക്കിപ്പോ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇത്തിരി ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. സംഭവം അടിപൊളിയാണെന്നേ. എന്നും ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെടില്ല, ഒന്ന് മാറ്റി പിടിച്ചു നോക്കാല്ലേ നമുക്ക്. മാഗി വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വേണ്ടത് എന്താ? മാഗി കൊണ്ടുള്ള പലഹാരം ഇതാണോ? ഇത് കുഞ്ഞ് ഇടിഞ്ചക്ക പോലെ ഇരിക്കണ്ടല്ലോ. മാഗി എന്ന് പറയുന്നുണ്ട്, എന്തായാലും തിന്നോക്കാം. ഇതിന് മാഗിയുടെ ടേസ്റ്റ് ഒന്നും അല്ലല്ലോ, നല്ല ടേസ്റ്റ് ആണല്ലോ. മാഗി എന്ന് പറയുന്നത് ഇതിന് മാഗിയുടെ ടേസ്റ്റേ ഇല്ല കേട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ് അതിന്. അടിപൊളി ടേസ്റ്റ്, ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. പക്ഷെ മാഗി എന്ന് പറയില്ല, അതിനും മേലെ ടേസ്റ്റാ. ഒരെണ്ണം കൂടി ആവാല്ലേ?